നമസ്കാരം. എങ്ങനെയൊക്കെ നോക്കിയിട്ടും ഇഷ്ടപ്പെട്ട നിറങ്ങളിലെ റോസാക്കമ്പുകൾ കിളിർപ്പിച്ചെടുക്കാൻ സാധിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഈ മെത്തേഡൊന്ന് നോക്കിക്കോളൂ. ഉറപ്പായും റോസാ ചെടികൾ കിളിർക്കുന്നില്ല എന്നുള്ള പരാതി ഇതോടെ അവസാനിക്കും. ഇതിനായി നമ്മൾ അധികം മൂക്കാത്ത പെൻസിലിൻ്റെ കനമുള്ള കമ്പുകളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇളം കമ്പുകളും അധികം മൂത്തുപോയ കമ്പുകളും കിളിർക്കാൻ സാധ്യത കുറവാണ്. മുകുളങ്ങൾ പൊട്ടി വരുന്ന കമ്പുകൾ പ്രത്യേകം തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കുക. തിരഞ്ഞെടുത്ത കമ്പുകൾ 6 ഇഞ്ചിനും 8 ഇഞ്ചിനും ഇടയിലുള്ള നീളത്തിൽ മുറിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോയിൽ കാണുന്നത് മാതിരി 2 വശങ്ങളും 45 ഡിഗ്രി ചരിച്ച് കട്ട് ചെയ്യുവാനും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വേണ്ടത് സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഏതെങ്കിലും പെപ്സിയോ കൊക്കക്കോളയോ പോലുള്ള ഏതെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ 750നും 1 ലിറ്ററിനും ഇടയിൽ വലിപ്പമുള്ള പ്ലാസ്റ്റിക് കുപ്പിയാണ്. ഈ കുപ്പിയുടെ മുകൾ വശം അഥവാ ക്യാപ്പ് ഉള്ള വശം വീഡിയോയിൽ കാണുന്നത് മാതിരി ഒന്ന് മുറിച്ച് മാറ്റുക. ഇനി നമുക്ക് വേണ്ടത് പോട്ടിംഗ് മിക്സാണ്. ഇത് നല്ല ഈർപ്പമുള്ള മണ്ണിൽ 20% ഏതെങ്കിലും ജൈവവളം മിക്സ് ചെയ്ത് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇങ്ങനെ മിക്സ് ചെയ്ത പോട്ടിംഗ് മിക്സ് നമുക്കൊരു ചട്ടിയിലേക്ക് നിറച്ചു കൊടുക്കാം. ഇതിന് വെള്ളം വാർന്നു പോകാൻ ആവശ്യമുള്ള ദ്വാരങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഇനി നമുക്ക് ഇതിലേക്ക് മുമ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റോസാക്കമ്പുകൾ നട്ടുകൊടുക്കാം. ഇത് ഏകദേശം 1-1.5 ഇഞ്ച് താഴ്ത്തി നടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് മറക്കാതെ അല്പം വെള്ളം നനച്ചു കൊടുക്കണേ. കമ്പുകൾ ഇങ്ങനെ നട്ടതിന് ശേഷം നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുപ്പി ഉപയോഗിച്ച് ഇതിനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. വീഡിയോയിൽ കാണുന്നത് മാതിരി ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ കവർ ചെയ്യുന്ന കുപ്പി മണ്ണിലേക്ക് കുറച്ച് താഴ്ന്നിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഇതിനുള്ളിലൊരു മോയ്സ്ചർ ക്രിയേഷൻ ഉണ്ടാകുകയുള്ളൂ. ഇങ്ങനെ നട്ട കമ്പുകളെ നമുക്ക് വെളിച്ചമുള്ള ഒരു സ്ഥലത്ത് വെച്ച് കൊടുക്കാം. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുത്. മണ്ണിൻ്റെ ഈർപ്പം കുറയാതെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ട്രാൻസ്പെറൻ്റായ കുപ്പിയിലൂടെ ആരോഗ്യമുള്ള ചെറിയ മുകുളങ്ങൾ ഉണ്ടായി വരുന്നത് കാണുവാൻ പറ്റും. 15 ദിവസം വരെ മാത്രം ഈ കുപ്പി ഇങ്ങനെ കവർ ചെയ്ത് സൂക്ഷിച്ചാൽ മതിയാകും. ഇപ്പോൾ മുതൽ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഈ ചട്ടി എടുത്ത് വയ്ക്കാവുന്നതാണ്. മഴ പെയ്ത് വെള്ളം കെട്ടിക്കിടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണേ. ഏത് സീസണിലും നമുക്ക് റോസാക്കമ്പുകൾ ഇങ്ങനെ കിളിപ്പിച്ച് എടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായല്ലോ അല്ലേ? കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു എക്സൈറ്റ്മെൻറ്റുമായി വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്.